ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഖമായിരിക്കുന്നുല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ ഞാൻ സങ്കീർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേട്ടന് കൂടുതൽ വേറൊരു ചേട്ടനൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ശുശ്രൂഷകരാരോ വന്ന് പറഞ്ഞു, ഒരു പ്രാവശ്യം ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി ചെന്നു. അപ്പോൾ ഈ ചേട്ടൻ പറയുകയാണ്, അച്ഛാ ഞങ്ങൾ ഈ വാട്സപ്പിലൂടെ ഈ ടോക്ക് മാത്രം കേട്ട് അച്ഛനെ കണ്ട് പരിചയമുള്ളൂ. അപ്പോൾ ഒരു പ്രത്യേക ഒരു വിഷമം ഉണ്ടായപ്പോൾ ഞങ്ങളിപ്പോൾ സെഹിയോനിലേക്ക് അങ്ങ് ഇറങ്ങി പുറപ്പെട്ട് ഇവിടെ വന്നത് കണ്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, വേറെ ഒന്നും വേണ്ട, ഒരു ആശീർവാദം മാത്രം മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ആശീർവാദം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ എന്നെ പറയുകയാണേ, എൻ്റെ അച്ഛാ ഇങ്ങനത്തെയൊക്കെയുള്ള ഈ ചെറിയ ഈ ഇതൊക്കെയാണ് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നത് എന്നാ ചേട്ടൻ പറഞ്ഞ് ഓർക്കുകയാണ്. എന്നെ ഭയങ്കര ടച്ച് ചെയ്തു. എന്നിട്ട് മറ്റൊരു ഈശോയിലെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് ഈ മനുഷ്യൻ വന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു വിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ ഈശോയെക്കുറിച്ചുള്ള വിശ്വാസമില്ല, അങ്ങനത്തെ ഒരാളെയാണ് കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പം ഞാൻ ഓർക്കാണ് ഈശോയുടെ ഒരു അത്ഭുതം അല്ലേ, വചനം ആശ്വസിപ്പിക്കുന്നത് പറഞ്ഞാൽ എത്രയോ സത്യമാണ്. നിങ്ങൾ ഈ തുടക്കത്തിൽ ഇതങ്ങ് പറയാൻ തോന്നി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ മാർച്ച് 25-26 വൈദികരുടെ ഒരു ധ്യാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. APC ഒരു ദിവസത്തെ അച്ഛന്മാരൊക്കെ അറിയിക്കണമെന്ന്. അച്ഛൻ നോമ്പുകാലായതുകൊണ്ട് ആൾക്കാർക്ക് അച്ഛന്മാർക്ക് ഒരു സൗകര്യക്കുറവ് വരുന്നതുകൊണ്ട് നമ്മൾ വേറൊരു ഡേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാർച്ച് 25-26 അതില്ല കേട്ടോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗലാത്യ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം അതിൻ്റെതാണ്, എന്നെ പ്രതി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞു നോക്കിയേ. എന്നെ പ്രതി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, നിങ്ങൾ എന്ത് നോക്കിയേ, മാതാപിതാക്കന്മാരായ നിങ്ങളെ ഓർത്ത് മക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? മക്കളെ, യുവാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ മാതാപിതാക്കന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? അല്ലയോ ജീവിത പങ്കാളി, നിന്നെ ഓർത്ത് നിൻ്റെ ജീവിത പങ്കാളി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ആ സഹോദരൻ പറയാം, എൻ്റെ പൊന്ന സഹോദര, നീ ഉള്ളത് കൊണ്ടാണ് കേട്ടോ എനിക്കിത് എടുക്കാൻ പറ്റിയത് എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും മഹത്വപ്പെടുന്നത്? അവനെയാണ് മഹത്വപ്പെടുത്തുന്നത്. മറിച്ച് കർത്താവേ, ഈ വീഡിയോ എടുക്കാൻ ഈ ദാസനെ ഉപയോഗിച്ച കർത്താവേ, തന്നല്ലോ കർത്താവിനെ മഹത്വപ്പെടുത്തണം അല്ലേ? ചിലപ്പോൾ ചില ആൾക്കാർ, അതെ ഞാൻ അവിടെ ഇല്ലാതെ കാണാമായിരുന്നു, ഇപ്പം മഹത്വം ആരെടുത്ത്? ഇപ്പം മഹത്വം ഞാനെടുത്തു. അല്ല, മറ്റുള്ളവർ ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ എൻ്റെ സഹോദരൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. എൻ്റെ ഈശോയെ എല്ലാ കാര്യങ്ങളിലും ഈശോയെ മഹത്വപ്പെടുത്താനുള്ളൊരു കൃപ ഇവർക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഇവരുടെ നിയമങ്ങളെല്ലാം അനുഗ്രഹിക്കുന്ന കർത്താവ്, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.